നമസ്കാരം. എല്ലാവർക്കും സുഖല്ലേ? സുഖമായിട്ടിരിക്കും. അതെ സിഹി, ഞങ്ങൾ എല്ലാരും ഇവിടെ എത്തിയല്ലോ. നിന്റെ അമ്മ എവിടെ? കാണാനേ ഇല്ല. ഞാൻ സീതമ്മയെ കൂട്ടിക്കൊണ്ടുവരാം. ഇതെന്തായാലും കൊള്ളാല്ലേ. പെണ്ണ് കാണൽ ചടങ്ങിന് മകള് പോയി അമ്മയെ കൂട്ടിക്കൊണ്ടു വന്ന് ചെറുക്കന്റെ വീട്ടുകാരുടെ മുമ്പിൽ നിർത്തുന്നു. മമ്മി, എനിക്ക് നല്ല ഇറിറ്റേഷൻ തോന്നുന്നു. ഇവിടെ കാറ്റ് വരുന്നില്ല, നല്ല ചൂടെടുക്കുന്നുണ്ട് എനിക്ക്. അയ്യോ മോനെ രാജകുമാരാ, നിനക്ക് ഇത് ശീലമില്ലാത്തതുകൊണ്ടാ. വാ വാ, നമുക്കൊന്ന് കാറ്റ് കൊണ്ടുവരാം കേട്ടോ. വാ വാ വാ, കാറ്റ് കൊണ്ടിട്ട് വരാം. ഇരിക്കേ. ഇപ്പൊ എങ്ങനെയുണ്ട്? തണുക്കുന്നുണ്ടോ? സ്വപ്നമായി കാത്തു കാത്തു നിന്നു നീ, അരികെ വന്നു ചേരുവാനിൻ ജീവനിൽ. ഏതു സ്നേഹമന്ത്രമാകും പാട്ടുമൂളി വന്നു നീ, ഒഴുകി മെല്ലെ അലിയുവാനിൻ പ്രാണനിൽ. മനസാകയായി വിരിയുമ്പോൾ, മഴവിൽ പൂക്കുമ്പോൾ, ഹൃദയവാതിലോരമായി നീ നിന്നുവോ, പ്രണയവീണയാർദ്രമായി മീട്ടിയോ. സീതാരാമ, ഓ സീതാരാമ. പെണ്ണ് അല്പം തലയൊന്ന് ഉയർത്തിയാൽ ഞങ്ങൾക്കും ഒന്ന് കാണാമായിരുന്നു. സീത തലയുയർത്തുമോളെ. അയ്യേ സീത, എന്തിനാ ഇങ്ങനെ നാണോ? ഒക്കെ മുഖം കാണിക്ക്. എന്താ രാമ, ശരിക്കും കണ്ടില്ലടാ? എന്ന് സന്തോഷം കൂടി ഉണ്ടാകട്ടെ മോളെ. സീത, ഇത് നിനക്ക് വേണ്ടി കൊണ്ടുവന്ന സാരിയാ, നീ പോയി ഉടുത്തിട്ട് വാ. മേമ, എന്താ മോളെ സീതേ, എന്തു പറ്റി? മോക്ക് സാരി ഇഷ്ടായില്ലേ? അയ്യോ, അങ്ങനെയല്ല മുത്തശ്ശ. ഞാനിപ്പോ ഉടുത്തേക്കുന്ന ഈ സാരി രാമ എനിക്ക് വാങ്ങിത്തന്നേ. ഞാനിവിടെ ഉണ്ടായിട്ടും ഞാനറിയാതെ ഇത്രയൊക്കെ നടക്കുന്നുണ്ടോ? എടാ കള്ള രാമ. സീത, ഈ സാരി നിനക്ക് റാം തന്നിട്ടുള്ളതാണെങ്കിൽ നീ ഇത് ധരിച്ചാ മതി. നന്നായിട്ട് നിനക്ക് ചേരുന്നുണ്ട്. ഈ സാരി നിനക്ക് വേണ്ട. ഡെഡ് ബോൾ, ഡെഡ് ബോൾ. റാം, നീ ഇത്ര നന്നായി സാരി സെലക്ട് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. നിന്റെ എൻഗേജ്മെന്റിനും കല്യാണത്തിനും എനിക്ക് ഉടുക്കാനുള്ള സാരി നീ വേണം സെലക്ട് ചെയ്യാൻ, കേട്ടല്ലോ? You have a brilliant choice. Well done. അതുപോട്ടെ, നിനക്ക് വേണ്ടി ഞങ്ങള് വള കൊണ്ടുവന്നിട്ടുണ്ട്. അതെങ്കിലും ധരിക്കുമല്ലോ അല്ലേ സാധന? ഇത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള വളകളൊക്കെ എന്തിനാ?
ഇത് വെറും ഗിഫ്റ്റ് അല്ല സീത, ഇത് ഞങ്ങളുടെ സമ്പ്രദായ, അവന്റെ അമ്മയുടെ ആശീർവാദം. അപ്പോ നീയൊന്ന് പറ. സീത, ഇറ്റ്സ് ഓക്കെ. സീത എടുത്ത് ധരിക്കുമോളെ. അയ്യോ സീതേ, പാവ അത്ര സ്നേഹത്തോടെ തരുന്നതല്ലേ, പിന്നെന്തിനാ വേണ്ടെന്ന് പറയുന്നേ? കല്യാണ പെണ്ണല്ലേ, ചെറിയ നാണം കാണും, നിങ്ങൾ ഇട്ടു കൊടുക്ക. ചേച്ചി ഒരു ഫോട്ടോ. എന്റെ സീതമ്മ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്പെഷ്യൽ കേസരിയും പലഹാരം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ സീതമ്മയ്ക്ക് നന്നായി ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം. സിഹി, ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല. സീതമ്മ, നീ മിണ്ടാതിരിക്ക്, ഇതാണ് സമ്പ്രദായം. ഏയ് ചോട്ടച്ചാം, ഇതെന്ത് സമ്പ്രദായ? ഒരു പ്രീമിയർ ലീഗിലും ഇല്ലല്ലോ. അങ്കിൾ, അടുത്ത വീട്ടിലെ ആന്റി പറഞ്ഞിരുന്നു പെണ്ണ് കാണുന്ന ചടങ്ങില് വരുന്നവർക്ക് സ്വീറ്റ്സ് ഒക്കെ കൊടുക്കണമെന്ന്. അത് ഉണ്ടാക്കിയത് കല്യാണ പെണ്ണാണതും അവളെ നന്നായി ഭക്ഷണം ഉണ്ടാക്കുന്ന ആളാന്ന് പറയണമെന്നും ആന്റി പറഞ്ഞിരുന്നതാ. അവര് പറയുന്ന പോലെ ഞാനും പറയുന്നു. ഓ നൈസ് നൈസ്. ഈ സാല കപ്പ് നിന്റെ. താങ്ക് യു സീത, നീ ശരിക്കും സുന്ദരിയായിട്ടുണ്ട്. എന്താടോ ഒരു സ്വകാര്യം? നത്തിങ് മുത്തശ്ശ. കാണുന്നുണ്ട്, നത്തിങ് അത്ര നത്തിങ്. മുത്തശ്ശ, ചോട്ടച്ചാം, ഇനി എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് നിന്നെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചി? എല്ലാവരും പലഹാരമൊക്കെ കഴിച്ചതിന് ശേഷം ചെറുക്കന്റെ വീട്ടുകാര് പെണ്ണിനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കണം. പാട്ട് പാടി കഴിഞ്ഞ ശേഷം പെണ്ണിന്റെ വീട്ടുകാരും ചെറുക്കന്റെ വീട്ടുകാരും പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കണം. എന്നിട്ട് ഓക്കെ ആണോ എന്ന് ചോദിക്കണം. സിനിമ, നീ പാട്ട് പാട്. സിഹി, പാവ അവള് പറയുന്ന കേട്ടില്ലേ, ഏതെങ്കിലും ഒരു പാട്ട് പാട്. ചേച്ചി, എനിക്കങ്ങനെ പാട്ട് പാടിച്ചിട്ടുള്ള ഫോർമാലിറ്റീസ് ഒന്നുമില്ല. കുഴപ്പമില്ല, പാട്ടൊന്നും പാടണ്ട. ഓ കൊള്ളാലോ രാമ, ഇപ്പോഴേ സീതയ്ക്ക് വേണ്ടി ഇത്രയൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ. ശരിയാവട്ടെ. ഇനിയിപ്പോ അവൾക്ക് പാടാൻ എത്ര ബുദ്ധിമുട്ടാണെങ്കിൽ അവൾക്ക് പകരം നീ ഒരു പാട്ട് പാട്. അത് വേണ്ട, അവള് പാടിക്കോളൂ. പാട് സീത മോളെ, ഏതെങ്കിലും ഒന്ന്. അയ്യോ, പെണ്ണും പാടുന്നില്ല ചെക്കനും പാടുന്നില്ല. നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് പോയി സംസാരിച്ചോ. സിഹിമോളെ, അമ്മയും നിന്റെ ഫ്രണ്ടും കൂടി ഒരുപാട് സംസാരിച്ചതല്ലേ, ഇനി അവരെന്ത് സംസാരിക്കാനാ? പെണ്ണിനെ നിങ്ങളെല്ലാരും നേരത്തെ കണ്ടതല്ലേ, എന്നിട്ടും പെണ്ണ് കാണാൻ നിങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നില്ലേ? ഇതും അങ്ങനെ തന്നെ സമ്പ്രദായ. അയ്യടാ, ചില്ലറ നാവൊന്നുമല്ല. നീ കിടന്ന് സംസാരിക്കേ, നിന്റെ അമ്മയുടെ കല്യാണം കഴിയും വരെ
അത് കഴിഞ്ഞ് കാണാം നമുക്ക്. സീതെ, സത്യമായിട്ടും ഈ പലഹാരങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ട്. ഞാനുണ്ടാക്കിയതല്ല, എല്ലാം അമ്മ ഉണ്ടാക്കിയതാ. അയ്യോ, ഇത് ഞാനുണ്ടാക്കിയതാണ്. പക്ഷേ എന്റെ സീത നല്ല രുചിയുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കും. എക്സാക്ട്ലി. ഡോണ്ട് വറി സിഹി, നമ്മുടെ രാമേട്ടൻ സീതയുടെ കൈപ്പുണ്യം ഓൾറെഡി ടേസ്റ്റ് ചെയ്ത് അറിഞ്ഞതാ. ഇൻഫാക്ട് അവർ ഓൾറെഡി വീണതാ കൈപ്പുണ്യത്തില. ആക്ച്വലി എനിക്ക് സീതയോടൊന്ന് സംസാരിക്കണമായിരുന്നു. എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു റാം. അതിനിപ്പോ എന്താ, നിങ്ങൾ പോയി സംസാരിച്ചിട്ട് വാ. റാം, സീത, ശരി, എന്നാ നിങ്ങൾ പറ. വേണ്ട വേണ്ട, ഗോ ഹെഡ്, നീ പറ. നിങ്ങളല്ലേ സംസാരിക്കണമെന്ന് പറഞ്ഞു വിളിച്ചേ? കറക്റ്റ്. പക്ഷേ എനിക്കിപ്പോ നീ പറഞ്ഞ് കേട്ടോണ്ടിരിക്കാനാ തോന്നുന്നത്. റാം, ശരിക്കും എന്ത് ബ്യൂട്ടിഫുൾ ആ സീത. ഇത് പറയാനാണോ വിളിച്ചേ? അത് മാത്രമല്ല, ബട്ട് ആചാരപ്രകാരം നമ്മൾ പരസ്പരം പരിചയപ്പെടുന്ന ഒരു ചടങ്ങില്ലേ, അതങ്ങ് പൂർത്തിയാക്കിയേക്കാന്ന് കരുതി വിളിച്ചതാ ഞാൻ. എന്നാ എനിക്ക് നിങ്ങളെ പറ്റി എല്ലാം അറിയാം. എന്നാ ഞാൻ പോട്ടെ. സീത, എന്തറിയാമെന്ന്? നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ സൽസ്വഭാവം, നിങ്ങൾ സിഹിയെ ഇഷ്ടപ്പെടുന്ന രീതി, എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ അളവ് എല്ലാം അറിയാം. വാവ്, അത്രേ ഉള്ളൂ? ഇത്ര മാത്രമേ അറിയുള്ളൂ? പിന്നൊരു കാര്യം കൂടെ അറിയാം, പക്ഷെ അത് പറയാൻ കഴിയില്ല. അങ്ങനെ ഇപ്പൊ പറയാതിരിക്കാനും മാത്രം എന്താ ഉള്ളത്? എന്താ കാര്യം? എന്താ? പറയില്ല. പറയാതെ ഞാൻ നിന്നെ വിടില്ല. എന്ത് ചെയ്യുന്ന? ഓക്കെ, പെണ്ണ് കാണൽ ചടങ്ങില് നിന്റെ അമ്മ സീത എന്നോട് നന്നായിട്ട് സംസാരിച്ചില്ല എന്ന് സിഹിയോട് പോയി കംപ്ലൈന്റ് ചെയ്തേക്കാം. ആ, കൗണ്ട് ഡൗൺ കഴിയുന്നതിന് മുമ്പ് പറഞ്ഞിരിക്കണം. കമോൺ, 3, 2, 1, സമയം കഴിഞ്ഞു. നിങ്ങളുടെ മനസ്സ്, ആ സ്വഭാവ ഗുണം, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്ന രീതി, അത് കൂടാതെ നിങ്ങളുടെ പഴയ പ്രേമത്തിന്റെ കാര്യവും. സോറി, ഐ എം റിയലി സോറി. ഞാൻ വെറുതെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് പറഞ്ഞത്, സീരിയസ് ആയിട്ടല്ല. ഇങ്ങനൊരു റിയാക്ഷൻ കിട്ടാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ ആക്ട് ചെയ്തത്. എങ്ങനെയുണ്ട്? ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ലൈഫ് എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചേ ഇല്ല. ഞാൻ എന്ത് പുണ്യം ചെയ്തിട്ടാണോ എന്തോ, നിങ്ങൾ എന്നാലും എനിക്ക് എങ്ങനെയാ കിട്ടിയേ? സീത, നീ വേറെ ഒന്നും വിചാരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കറാം. ഇവിടെ വാ. നിനക്ക് ഈ കല്യാണത്തിന് സമ്മതമാണോ? ഐ മീൻ, ഒരു തരത്തിലും എന്നെ കുറിച്ച് ഒരു കൺഫ്യൂഷനും ഇല്ലല്ലോ. എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കുന്നേ? നീ ഒരുപാട് നല്ല പെണ്ണാ സീത. എത്ര നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ മനസ്സിലുള്ളത് മറ്റുള്ള ആൾക്കാരോട് പങ്കുവെക്കണം എന്ന് നിനക്ക് തോന്നിക്കഴിഞ്ഞാലും അത് അവർക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാക്കുമെന്ന് ചിന്തിച്ചാൽ നിനക്ക് പണ്ട് മുതലേ ശീലം. നിനക്ക് ഇനിയും ഈ കല്യാണത്തിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒരു മറയുമില്ലാതെ എന്നോട് സംസാരിക്കേ, പ്ലീസ്. നീ എത്ര സന്തോഷത്തോടെ എന്നോട് സംസാരിച്ചെന്ന് പറഞ്ഞാലും നിന്റെ കണ്ണിൽ ഞാനൊരു വിഷമം കാണുന്നുണ്ട്. അതെന്താണെന്ന് പറ സീത. ഞാൻ എന്താണോ ചോദിക്കാൻ വന്നത്, അതാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം.
സത്യം പറ, സിഹിയുടെ പാസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെന്ന് ഒരു ആഗ്രഹമില്ലേ? എന്റെ പാസ്റ്റ് എന്തായിരുന്നുവെന്ന് നിങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടേ ഇല്ല, പറയാൻ നിങ്ങൾ അനുവദിച്ചിട്ടുമില്ല. അത് പറഞ്ഞില്ലെങ്കിൽ അതെന്തോ ശരിയാവില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ശരിയും തെറ്റുമൊക്കെ നീ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത് സീത? ഓക്കെ, നീ ഇപ്പം നിന്റെ പാസ്റ്റ് പറയാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയാം. എന്തെങ്കിലും എന്റെ മനസ്സിൽ ഒരു സെക്കൻഡ് തോട്ട് ഉണ്ടാവുമോ, അത് കാരണം എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ചിട്ടല്ലേ? ആം ഐ റൈറ്റ്? സീത, കഴിഞ്ഞ കാലത്ത് എനിക്ക് നിനക്ക് ഓരോ കഥകളുണ്ട്. അതിപ്പോ ചിക്കിച്ചു കഴിഞ്ഞിട്ട് എന്താ കാര്യം? അല്ല, അതിങ്ങനെ പരസ്പരം പറഞ്ഞ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ആവശ്യം എന്താണ് സീത? ഫോർ എക്സാമ്പിൾ, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റൊന്നിനെയും പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. അഥവാ ആ വിശ്വാസം കളവായിരുന്നുവെങ്കിൽ നമ്മൾ ദൈവത്തിനെ സംശയിക്കുന്നു എന്നല്ലേ അർത്ഥം? നിന്റെ പാസ്റ്റ് അറിയാത്തതിലുള്ള പേടിയോ ടെൻഷനോ ഒന്നും എനിക്കില്ല സീത. നീ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയാൽ മതി, അതാ എനിക്കിഷ്ടം. സോ നമ്മൾക്കിടയിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് എന്റെ വിശ്വാസം. അഥവാ ഉണ്ടെങ്കിൽ മനസ്സിൽ വെക്കാൻ പാടില്ല. പ്ലീസ്, എന്താണെങ്കിലും ചോദിക്കിപ്പോ. ഈ ചോദ്യം എന്റെ ലൈഫിൽ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉള്ളതാ. കല്യാണത്തെക്കുറിച്ച് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടേ ഇല്ല. ഇപ്പൊ കല്യാണമായി എല്ലാം മാറാൻ പോവാണ്. അതുകൊണ്ടാ ഇപ്പൊ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നേ. കല്യാണം കഴിഞ്ഞ സിഹ എന്നെ വിട്ട് പോവില്ലെന്ന് ഉറപ്പല്ലേ? ഇത് ഞാനിപ്പോ ചോദിക്കുന്നത് നിങ്ങളെ സംശയമുള്ളത് കൊണ്ടല്ല. എന്റെ ഒരു തീരുമാനം കൊണ്ട് എന്റെ മകള് ബുദ്ധിമുട്ടാൻ പാടില്ല. സീത, ലിസൺ. സിഹി നിനക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണോ അതുപോലെ തന്നെ എനിക്കും അവൾ അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഐ നോ. അഥവാ ഞാൻ നിന്നെ പരിചയപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നീ സിഹിയുടെ കൂടെ ഒരുപാട് ഹാപ്പിയായിട്ട് ജീവിച്ചേനെ. സിഹിയെ ഞാൻ പരിചയപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ലൈഫ് എനിക്ക് കിട്ടുമായിരുന്നില്ല, നമ്മൾ പോലും ഒരുമിക്കുമായിരുന്നില്ല. ഐ ഹോപ്പ് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് നിനക്ക് മനസ്സിലായി കാണും. താങ്ക് യു റാം, താങ്ക് യു സോ മച്ച്. അത് പറയുമ്പോ അത് ചെറിയൊരു വാക്കായിരിക്കും. എനിക്ക് പക്ഷെ വേറെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. സീത, സിഹി എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. നിങ്ങളാണെങ്കിൽ എന്റെ കൂടെ ഉണ്ടാവും. നിന്റെ മനസ്സിൽ ഇനി ഒരിക്കലും ഇതുപോലെയുള്ള ഡൗട്ട്സ് ഉണ്ടാവാൻ പാടില്ല. ഉണ്ടാവില്ലെന്ന് എനിക്ക് വാക്ക് തന്നെ. താങ്ക്സ്. താങ്ക് യു. ഇവിടെ നിൽക്കായിരുന്നോ അനി? സീത, അത് എനിക്ക് വാഷ്റൂമിൽ പോണോന്ന് പറഞ്ഞു, നോക്കുമായിരുന്നു. ഞാൻ കൊണ്ടുപോയിക്കോളാം മേമ. ഇല്ല, ഞാൻ നിങ്ങളുടെ കൂടെ ഒന്നും വരില്ല. അനി, അനിമോനെ, മൂത്തവരോട് അങ്ങനൊന്നും സംസാരിക്കാൻ പാടില്ല. അവൾ നിന്റെ ചേച്ചിയാകാൻ പോകുന്നോളാ. യു ഹാവ് ടു റെസ്പെക്ട് എൽഡേഴ്സ്. ഹാൻഡ്ഷേക്ക് കൊടുത്തേ. അനി, അനി. അനി. സോറി സീത. സോറി, നിങ്ങൾ രണ്ടാളും സംസാരിക്കായിരുന്നു. ഡിസ്റ്റർബ് ആയോ നിങ്ങൾക്ക്? ചേച്ചേ, അങ്ങനെയൊന്നുമില്ല മേമ, ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. സീത, ഐ എം റിയലി സോറി കേട്ടോ. അനി കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. അവൻ എടുക്കാൻ കുറച്ച് സമയം പിടിക്കും. പക്ഷെ ക്ലോസ് ആയി കഴിഞ്ഞാൽ അവരെ വിട്ട് മാറത്തുമില്ല. നിനക്കറിയാമോ അവൻ ആ വീട്ടിലെ ഏറ്റവും ഇഷ്ടം ആരെയാണെന്ന്? സാധന മേമയാ.
പോകെ പോകെ അനി സിഹിയായിട്ട് നല്ല കമ്പനി ആയിക്കോളും. അവർ നല്ല ഫ്രണ്ട്സ് ആയിക്കോളും. ഡെഫിനറ്റ്ലി. വാ മേമ, വാഷ്റൂം കാണിച്ചു തരാം. ഹലോ അശോക്, ഇത് എവിടെയാ? എപ്പോഴും ഇങ്ങോട്ട് വരുന്നേ? ഇവിടെ എല്ലാരും നിങ്ങളെ തിരക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ അമ്മയുടെ കൂടെ വരുന്ന ഓൾറെഡി ഞാൻ റാമിനോട് പറഞ്ഞു. റാം ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്താ പറയേണ്ടത്? ഇത് വലിയ കഷ്ടമാണ് കേട്ടോ. ഡോണ്ട് വറി, ഞാൻ മാനേജ് ചെയ്തോളാം. ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ ചാന്ദിനെ കുറിച്ച് അറിയാതെ ഒരു മനസ്സമാധാനം ഇല്ല പ്രിയ. അവളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയണം. അവളുടെ പിന്നിലുള്ളത് ആരാണെന്ന് അറിഞ്ഞാൽ പറ്റൂ. ഓക്കെ, നിങ്ങൾ അതെന്തെങ്കിലും ചെയ്യ്, പക്ഷെ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസി അല്ല ഇത്. ഓക്കെ, ഡോണ്ട് വറി. പ്രിയ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ? എന്താ? ഞാനിപ്പോ മലേഷ്യയിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പോകേണ്ട കാര്യമുണ്ടെന്ന് റാമിന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നീയും അത് പറഞ്ഞാൽ മതി. എന്ത്, മലേഷ്യയിലേക്കോ? ഇപ്പോഴോ? അശോക്, നിങ്ങൾ എന്താ കളിക്കുകയാണോ? ഓ, സമാധാനപ്പെട്. ഞാൻ സത്യമായിട്ട് മലേഷ്യയിലേക്ക് പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. ബട്ട് ഞാൻ അങ്ങോട്ട് പോയതാണെന്ന് റാം കരുതണം, പ്ലീസ്. അശോക്, എനിക്കിതെന്തോ വല്ലാണ്ട് ഓവറായിട്ട് തോന്നുന്നു. ഇവിടെ റാമിനൊരു കുഴപ്പമില്ലല്ലോ. നിങ്ങൾ എന്താ ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അശോക്. പ്രിയ, ഐ ആം സോറി. റാമിന് കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് എനിക്ക് ചുമ്മാതിരിക്കാൻ പറ്റില്ല. അവൻ വലിയ ബുദ്ധിമാനായിരിക്കും, പക്ഷെ ഒരു വീക്ക്നെസ് ഉണ്ട്. അവനെപ്പോലെ എല്ലാവരും നല്ലവരാണെന്ന വിശ്വാസം. കൺമുന്നിൽ വെച്ച് വഞ്ചിച്ചാലും അവൻ ക്ഷമിച്ചു വിടും. കാൺട്ട് ഹെൽപ്പ് ഇറ്റ്. ഞാൻ പറഞ്ഞത് ആ അർത്ഥത്തിലല്ല. എന്തോ ഭയങ്കര ധൃതി കൂട്ടുന്ന പോലെ തോന്നുന്നു, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. ധൃതി കാണിച്ചേ പറ്റൂ പ്രിയ. റാമിന്റെ വീക്ക്നെസ് മറ്റൊരാളുടെ സ്ട്രെങ്ത് ആവാൻ പാടില്ല. അവന്റെ നന്മ കൊണ്ട് അവൻ തന്നെ സഫർ ചെയ്യേണ്ട അവസ്ഥ പാടില്ല. ശരി, എന്തെങ്കിലും ചെയ്യ, ഇത് ഞാൻ മാനേജ് ചെയ്തോളാം. ബട്ട് നീ സൂക്ഷിക്കണം കേട്ടോ. സീതയും രാമനും ഇവിടെ എത്ര ഹാപ്പിയാണെന്നറിയോ? അവരുടെ ഫോട്ടോ ഞാൻ അയച്ചു തരാം. അത് കണ്ടെങ്കിലും ഒന്ന് കൂളാവുമല്ലോ. ഓക്കെ, ഐ മിസ് യു. മിസ് യു ടു. ശ്രദ്ധിക്കണേ. ബൈ.